ആലപ്പുഴ ജിങ്കാന. സത്യത്തിൽ ഈ പടം ഞാൻ തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിച്ചൊരു പടമാണ്. പക്ഷെ പല പല കാരണങ്ങളാൽ എനിക്കത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു തീരുമാനം എന്തുകൊണ്ട് നന്നായി എന്ന് ഈ പടം OTTയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഒരു മെസ്സേജും കൺവേ ചെയ്യാനില്ലാത്തൊരു പടമായിട്ടാണ് എനിക്കിത് കണ്ടിട്ട് ഫീൽ ചെയ്തത്. ഇൻഫാക്റ്റ് ഇതൊരു സ്പോർട്സ് മൂവി ആവാൻ നേരത്ത് ഒന്നല്ലെങ്കിൽ നമ്മളത് എൻഗേജ് ചെയ്യിപ്പിക്കണം, ത്രില്ല് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കണം. ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ പിള്ളേരുടെ ബോഡിയൊക്കെ ഇത്രയും ട്രാൻസ്ഫോം ചെയ്യിച്ച് ഇങ്ങനെ ഒരു പടം എടുത്തിട്ട് അതിനൊരു വാല്യൂ ഇല്ലാത്ത രീതിയിലാക്കി കളഞ്ഞ പോലത്തെ ഒരു സ്റ്റോറി ആയിരുന്നു ഇതിൻ്റെ. പിന്നെ നസ്ലൻ എപ്പോഴും ചെയ്യുന്ന ഒരു ക്യാരക്ടർ മാറ്റി പിടിച്ചൊരു റോമിയോ ടൈപ്പ് ഒരു ക്യാരക്ടർ ചെയ്തു എന്നല്ലാതെ പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നിയിട്ടില്ല. ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത ഡയറക്ടറാണ് ഖാലിദ് റഹ്മാൻ. ഉണ്ട, അനുരാഗ് കരിക്കുംവെള്ളം, തല്ലുമാല, അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്തെ ഈ പടം ഒന്നുമില്ല. ഒരുപാട് മിസ്സിങ് എലമെൻറ്റ്സ് ഉള്ള പോലെയാണ് പടം കണ്ടു ചെയ്യാൻ നേരത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ. ബാക്കിയുള്ള ഖാലിദ് റഹ്മാൻ മൂവീസിനെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് കണ്ടിരിക്കാം എന്ന് മാത്രം.